ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. നിരവധി പേരാണ് വിവിധങ്ങളായ വചനഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവയെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നത്. അത്തരത്തിലും വിമർശനപരമായും ഒക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ പേർ ഈ വീഡിയോകൾ കാണാനിടയാക്കുന്ന, പ്രേരണ നൽകുന്ന നിരവധി പേര് ഇക്കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ ഓർക്കുന്നു. കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു വചനത്തെക്കുറിച്ചാണ്. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 36-ാം തിരുവചനം. അവൻ പറഞ്ഞു, ഇപ്പോൾ മടിശീലുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കാവുന്ന, സംശയം ജനിപ്പിക്കാവുന്ന ഒരു വചനഭാഗമാണത്. ഈ വചനഭാഗം മാത്രം അടർത്തിയെടുത്ത് ചിന്തിച്ചാൽ യേശു ഒരു യുദ്ധാഹ്വാനത്തിന് പ്രേരണ നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ വചനത്തിന്റെ അർത്ഥമെന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടെ മാത്രം കൊണ്ട് അത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വചനത്തെ അടർത്തിയെടുത്ത് അതിന്റെ മാത്രം അർത്ഥം തിരഞ്ഞാൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ കഴിയില്ല. ഒരുപക്ഷെ നേർവിപരീതമായ ഒരാശയത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ ഇവിടെയുണ്ട്. വാസ്തവത്തിൽ യേശു തന്റെ വിടവാങ്ങൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗത്ത് സംസാരിക്കുന്നത്. അത്രയും കാലം കൂടെ നടന്ന ഒരാൾ പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ജീവിതത്തിന്റെ സമ്പൂർണത കുരിശിലെ യാഗം കൊണ്ട് പൂർത്തീകരിക്കാനായി ക്രിസ്തു ഒരുങ്ങുകയാണ്. ആ സമയത്താണ് ശിഷ്യന്മാരോട് വിടവാങ്ങൽ പ്രസംഗം എന്ന നിലയ്ക്ക് യേശു സംസാരിക്കുന്നത്. അത് 22-ാം അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഇനി ഒരു വചനം വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. സഭയിലുള്ള വ്യാഖ്യാനങ്ങളെ ശ്രദ്ധിക്കണം. പ്രധാനമായും 2 വ്യാഖ്യാനങ്ങളെ നമ്മൾ ഇന്ന് ചർച്ചയിൽ എടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദൈവവചന വ്യാഖ്യാനങ്ങളുടെ 2 വ്യാഖ്യാന തലങ്ങളെ നമ്മൾ ഇന്ന് ഈ വ്യാഖ്യാനത്തിൽ ശുശ്രൂഷയിൽ ഉപയോഗിക്കും. ഒപ്പം തന്നെ സഭാത്മകമായ ഒരു കാഴ്ചപ്പാടോടെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ സംസാരിക്കാൻ കഴിയും. പരിശുദ്ധാത്മ പ്രേരണയിൽ വ്യക്തിപരമായി നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്ന മറ്റ് ചിന്തകളെയും ഇതിനോടുകൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ആധുനിക കാലത്ത് നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ വചനത്തെ കുറെ കൂടി ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വചനഭാഗം മാത്രം എടുത്ത് ചിന്തിക്കരുതെന്ന് പറഞ്ഞല്ലോ. ഇത് ചിന്തിക്കുമ്പോൾ ഇത് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമായി വരുന്ന, ശിഷ്യരോട് വിടവാങ്ങലിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ തുടർച്ചയായി വരുന്ന ഒരു ഭാഗത്താണ് ഈ പരാമർശമുള്ളത്. അതുകൊണ്ട് ആ ഭാഗം മുഴുവൻ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മൾ യേശുവിന്റെ ഒരു സംഭാഷണ രീതിയെയും മനസ്സിലാക്കണം. യേശു സംസാരിക്കുന്നത് തന്റെ മാത്രം ആശയങ്ങളല്ല. പലപ്പോഴും സംസാരിക്കുന്നത് ആ സമൂഹത്തിൽ അന്ന് നിലനിൽക്കുന്ന ചില ധാരണകളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ്. ശിഷ്യന്മാർ പലതും ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. കാരണം അവർ ജീവിച്ച സാഹചര്യങ്ങളുടെ ബോധ്യങ്ങൾ അവരുടെ അകത്തുണ്ട്. ശിഷ്യരെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഗുരുവിനോട് നേരിട്ട് ചോദ്യം ചെയ്യുക എന്നൊരു നിലപാട് അവർ പുലർത്തുക സാധാരണമല്ല. അവർ ചോദിക്കുന്നത് ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിറയെ ഉണ്ടാവും. ഒരു ഗുരു ഉത്തരം പറയുമ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിന് മാത്രമല്ല ഉത്തരം പറയുക, അവരുടെ മനോഭാവത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ പുറത്തെടുത്തുകൊണ്ടായിരിക്കും ഉത്തരം പറയുക. അത്തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ വിരുദ്ധോക്തി പ്രയോഗങ്ങളായി പറയുന്നതിന് വിപരീത അർത്ഥം വരുന്ന കാര്യങ്ങളും യേശു പറയും. അങ്ങനെയാണ് സംഭാഷണങ്ങൾ. ആ വിരുദ്ധോക്തി പറയുന്നതിനകത്ത് അവരുടെ ധാരണകളെ പൊളിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. ഞാനതൊരു ഉദാഹരണം പറയാം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെ തിരുവചനങ്ങളിൽ ഒരു കാനാൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. കാനാൻകാരി തന്റെ കൊച്ചുമകളെ സൗഖ്യപ്പെടുത്താനായി യേശുവിന്റെ പിന്നാലെ നടക്കുക. ഇതാണ് സംഭവത്തിന്റെ സാഹചര്യം. നേരം വെളുക്കുമ്പോൾ തൊട്ട് അവൾ കൂടെ ഉണ്ട്. ഇവർ പോകുന്നിടത്തൊക്കെ പോകുന്നുണ്ട്. അവൾ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുറകെ നടക്കുന്നത്, തന്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തണം. യേശു അത് ഗൗനിക്കുന്നതായി ഭാവിക്കുന്നില്ല. വളരെയേറെ കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് ഇത് അസഹ്യമായി തോന്നി. കാനാൻകാരും യഹൂദരും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. അതല്ലെങ്കിൽ കാനാൻകാരൻ നായ്ക്കളോട് വരെ ഉപമിക്കാവുന്ന രീതി ചിന്തിക്കുന്ന ആളുകളാണ് യഹൂദ വിഭാഗം. ആ യഹൂദ വിഭാഗത്തിൽ നിന്ന് വന്ന ആ യഹൂദ പാരമ്പര്യങ്ങളൊക്കെ ഉള്ളിൽ പേറുന്ന ശിഷ്യ സമൂഹമാണ് കൂടെയുള്ളത്. അവർ യേശുവിന് ശിഷ്യന്മാരായിട്ടുണ്ട്. അതേസമയം തന്നെ
അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ അവരോട് പറഞ്ഞും പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചാലും, ഇവളെ ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവളൊന്ന് പറഞ്ഞയച്ചാലും എന്ന നിലയ്ക്കാണ് ശിഷ്യന്മാർ പറയുന്നത്. ഇവള് നേരം വെളുക്കുമ്പോൾ തൊട്ട് കൂടെ ഉള്ളതാണല്ലോ, ഇവളെ ഒന്ന് തിരിച്ചയക്കണ്ടേ. യേശു ഈ സ്ത്രീയോട് പറയുന്നത് മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ലെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വളരെയധികം വേദനയോടെ സങ്കടത്തോടെ തന്റെ കൊച്ചുമകളെ ഒന്ന് സുഖപ്പെടുത്തി കിട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിന് കഴിയുമെന്നൊരു ബോധ്യത്തിൽ പിന്നെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് അഭ്യർത്ഥന നടത്തുമ്പോൾ തികച്ചും നിഷേധാത്മകമായി, ഒരിക്കലും പറഞ്ഞുകൂടാത്ത തരത്തിൽ യേശു പറയുകയാണ്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെ വ്യാകുലപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയോട് ഈ സംസാരിച്ചത് ശരിയാണോ? എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരാൾ നായ്ക്കൾ എന്ന് വിളിച്ച് ഇവർ അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് തോന്നാം. വാസ്തവത്തിൽ ശിഷ്യ സമൂഹത്തിന്റെ മനസ്സിനകത്തുള്ള ഒരു ധാരണയാണ് യേശു പുറത്തു കൊണ്ടുവരുന്നത്. ഇത് മക്കൾക്കുള്ളതാണ്, യഹൂദർക്ക് വേണ്ടി വന്നയാളാണ് യേശു എന്നൊരു ചിന്ത അവരുടെ അകത്തുണ്ട്. ആ ചിന്ത അകത്ത് വയ്ക്കുകയും അതേസമയം ഇവരെ നായ്ക്കളായി കരുതുകയും ചെയ്യുന്ന ആ ശിഷ്യരുടെ മനോഭാവത്തെയാണ് യേശു ഈ വചനത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത്. യേശു പറയുന്നു, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇത് യേശുവിന്റെ അഭിപ്രായമല്ല, പക്ഷെ യേശുവാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരു ശിഷ്യന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങളെ ആദ്യം മുൻപിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ വാക്യം പറയുമ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്നത്, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കുന്നുണ്ടല്ലോ. അവൾ ഒരു കാരണവശാലും യേശുവിന്റെ വാക്കുകളെ തട്ടിത്തെറിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അത് അംഗീകരിക്കുന്നു. എന്നിട്ട് അതിനേക്കാൾ ഉപരിയായി തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. അപ്പോ യേശു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് സംഭവിക്കുന്ന കാര്യം എന്താണ്? യേശുവിന്റെ പിന്നാലെ നടക്കുമ്പോഴും യഹൂദ മനോഭാവം പുലർത്തുന്ന ശിഷ്യന്മാരെ തിരുത്തണം. നിങ്ങളുടെ പാരമ്പര്യമുള്ള ചിന്തകളല്ല പ്രധാനം, അത് ശരിയല്ല എന്ന് പറയണം. അതോടൊപ്പം വിശ്വാസം മുഖേനയാണ് രക്ഷ കൈവരിക്കാൻ കഴിയുക, വിശ്വാസമാണ് അടിസ്ഥാന ബോധ്യമാകേണ്ടത് എന്ന് പഠിപ്പിക്കണം. അതിനുവേണ്ടി യേശു ശിഷ്യന്മാരുടെ മനോഭാവത്തെയാണ് ആദ്യം പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നു. അവളുടെ വിശ്വാസം കൊണ്ട് അവളുടെ കുഞ്ഞ് സൗഖ്യമുള്ളവളായിരിക്കും എന്ന് യേശു ധരിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിന്റെ ഉള്ളിൽ നിന്നുള്ളത് മാത്രമല്ല, ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനായി അതേ കാര്യങ്ങളെ തന്നെ ഉപകരണമാക്കുന്നുണ്ട്. അപ്പൊ സംഭാഷണ രീതിക്കകത്ത് വരുന്ന ഈ കാര്യം ഓർക്കണം. യേശു അവിടെ ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ യേശുവല്ല ഈ അഭിപ്രായം പറയുന്നത്, അത് ശിഷ്യരുടെ മനോഭാവമാണ്. ഈ ശിഷ്യരുടെ മനോഭാവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം യേശു മുൻപോട്ട് വയ്ക്കുന്നു. ഈ സ്ത്രീ ഈ യഹൂദ മനോഭാവത്തെ മറികടക്കുന്ന രീതിയിൽ യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആ വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളതെന്ന് യേശു വെളിപ്പെടുത്തുന്നു. അത് കാനാൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം സംജാതമാവുന്നു. സുവിശേഷത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം കേൾക്കുമ്പോൾ യേശു അത് എന്തുകൊണ്ട് പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, എന്താണ് ആ പറഞ്ഞതിന്റെ ആത്യന്തികമായ ഫലമായിട്ട് യേശു പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അല്ലാതെ ഒറ്റ വാക്ക് മാത്രമായിട്ട് എടുത്ത് ചിന്തിച്ചാൽ ഒരുപക്ഷെ നിഷേധാത്മകമായി നമുക്ക് തോന്നിയേക്കാം. നമ്മൾ ചിന്തിച്ചല്ലോ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗമാണ്. തുടങ്ങുന്ന എവിടെ നിന്നാണ്? ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ നിന്നാണ്. അവിടെ യേശുവിനെ വധിക്കാനുള്ള ഗൂഢാലോചന, പെസഹ ആചരണം, പുതിയ ഉടമ്പടി, ആരാണ് വലിയവനെന്ന തർക്കം. ഈ തർക്കം പുതിയതല്ല. ലൂക്കാ സുവിശേഷത്തിൽ 9:46 നമുക്കിത് കാണാം. ആരാണ് വലിയവൻ? തർക്കം അവരുടെ ഇടയിലുണ്ട്. ആ തർക്കം പത്രോസ് വിശ്വാസം ഏറ്റുപറഞ്ഞ പത്രോസാണ്. പത്രോസ് യേശുവിനെ നിഷേധിക്കും എന്ന കാര്യം. എന്നിട്ടാണ് പണവും വാളും കരുതുക എന്ന കാര്യം യേശു പറയുക. അപ്പൊ ഈ 5 ഭാഗങ്ങളായിട്ട് നമ്മൾ കാണണം. അതിൽ 5-ാമത്തെ ഭാഗത്താണ് പണവും വാളും കരുതുക എന്ന കാര്യത്തെക്കുറിച്ച് യേശു പറയുന്നത്. സുവിശേഷകൻ മിസ്റ്റർ പൗലോസിന്റെ ശിഷ്യനാണ്. മിസ്റ്റർ ലൂക്കാ സുവിശേഷം എഴുതുന്നതും അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുന്നതും മിസ്റ്റർ ലൂക്കായാണ്. സുവിശേഷത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം നമുക്ക് കാണാവുന്നത്
യേശുവിന്റെ രീതികളല്ല വിശുദ്ധ പൗലോസിന്റെ രീതികൾ. യേശുവിന്റെ രീതി എങ്ങനെയായിരുന്നു? ഗ്രാമങ്ങളിലാണ് സുവിശേഷം പറഞ്ഞിരുന്നത്, പൗലോസ് ആകട്ടെ പട്ടണങ്ങളിലാണ്. യേശു എല്ലാം ഉപേക്ഷിച്ച് പണമല്ല പ്രധാനം, പണം വേണ്ട, അല്ലെങ്കിൽ സമ്പത്ത് സുവിശേഷത്തിന് ആവശ്യമില്ലെന്ന നിലയ്ക്ക് നിസ്വതയുടെ സുവിശേഷമാണ് പറയുന്നത്. വിശുദ്ധ പൗലോസ് പണം പിരിച്ചെടുത്ത് അത് ദരിദ്രരായ സഭാവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പണം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയെ ലൂക്കാ സുവിശേഷകൻ ഈ സുവിശേഷത്തിനകത്ത് ഒളിപ്പിക്കുന്നുണ്ട്. അതായത് യേശു ഒരു രീതിയിലാണ് പ്രഘോഷിച്ചത്, അതേ രീതി തന്നെയല്ല വിശുദ്ധ പൗലോസ് അനുവർത്തിക്കുന്നത്. അഥവാ സുവിശേഷമെന്ന അകക്കാമ്പിനെ നിലനിർത്തുകയും പ്രഘോഷണത്തിൽ വരേണ്ട മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ പൗലോസ് എന്നതിന്റെ ഒരു സൂചന വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിനകത്തുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. യേശു പലസ്തീനായിലാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. വിശുദ്ധ പൗലോസ് ആകട്ടെ അത് ലോകവ്യാപകമാക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശത്തേക്ക് കടക്കുമ്പോഴും സുവിശേഷം വ്യാപകമാകുമ്പോഴും ഈ നിസ്വത ചിലപ്പോൾ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ട് വരാം. പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രയും കാണുന്ന ദരിദ്രമായ സഭാസമൂഹങ്ങളെ സഹായിക്കേണ്ടതിന് ആവശ്യകതയൊക്കെ വരുന്നു. അവിടെ പണപ്പിരിവ് നടത്തേണ്ടി വരുന്നു. അപ്പോൾ യേശു നിസ്വത മാത്രം ഭാണ്ഡമെടുക്കേണ്ട, പണം കരുതേണ്ട എന്ന് പറയുന്ന ആ ഭാവത്തെ കുറച്ചുകൂടി വിപുലമാക്കി ചിന്തിക്കാൻ, ആവശ്യങ്ങൾക്കനുസരിച്ച് ചിന്തയെ പരിണമിപ്പിക്കാൻ ഉതകും വിധം പരിവർത്തിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാവണം വിശുദ്ധ ലൂക്കാ സുവിശേഷം എഴുതുന്നത്. ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഇത് ഒരു സുവിശേഷ വ്യാഖ്യാനമാണ്. ഇപ്പോൾ മുതൽ മടിശീലുള്ളവൻ അതെടുക്കട്ടെ. അതായത് സഭ ഞെരുക്കത്തിലേക്ക് കടന്നു പോകും, കഷ്ടതകളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു ആവശ്യം ഈ സൂചനയിലുണ്ട് എന്നാണ് ഈ വ്യാഖ്യാതാവ് പറയുന്നത്. ഇത് എൻ്റെ സ്വന്തം വ്യാഖ്യാനമല്ല, സഭയിലുള്ള 2 വ്യാഖ്യാനങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതിലൊരു വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയാണ്: വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഈ വ്യാഖ്യാതാവ് ചോദിക്കുന്നുണ്ട്. യേശു സമാധാനത്തിന്റെ പ്രവാചകനാണ്, യേശു സ്നേഹത്തിന്റെ പ്രവാചകനാണ്, അഹിംസയുടെ പ്രവാചകനാണ്. ഒരിടത്ത് പോലും തന്നെ എതിർക്കുന്നവരെ നേരിട്ട് എതിർക്കാൻ യേശു തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഒരു സായുധ വിപ്ലവമല്ല യേശുവിൻ്റെത്, യേശുവിൻ്റെ സ്നേഹ വിപ്ലവമാണ്. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാൾ കരുതുക എന്ന കാര്യം പറയുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വ്യാഖ്യാതാവ് ആലോചിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 26 മുതൽ 36 വരെ തിരുവചനങ്ങളിൽ യേശു ശത്രുക്കളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ വാളെടുക്കാൻ യേശു പറയുമ്പോൾ അത് ഈ പറഞ്ഞ ആയുധമല്ല എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് വ്യാഖ്യാതാവ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. യേശു പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 49:50 പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഇനി തുടർന്ന് പോകുമ്പോൾ സമരിയാക്കാർ പട്ടണത്തെ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർ നശിപ്പിക്കട്ടെ, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരെ ശാസിക്കുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും തങ്ങളെ എതിർക്കുന്നവരെ എതിർക്കുന്ന ഒരു മനോഭാവം ജീവിത പ്രയോഗത്തിൽ വരുത്താത്തയാളാണ് യേശു. അപ്രകാരമുള്ള ഒരാള് വാളെടുക്കാൻ പറയുമോ എന്നാണ് വ്യാഖ്യാതാവ് ചോദിക്കുന്നത്. ഇനി വിശുദ്ധ ലൂക്കാ സുവിശേഷം 22:38 ശിഷ്യന്മാരോട് താൻ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാകാതെ പോകുന്നതുണ്ട്. വാളുണ്ടെന്ന് പറയുന്നവർ അത് കേൾക്കുമ്പോൾ യേശു പറയുന്നു മതി എന്ന് പറയുന്നുണ്ട്. ഈ മതി എന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അത് വേറൊരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. താൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ല, ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മതി എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുക. ഇത് യേശുവിൻ്റെ ഒരു മനോവിഷമം പ്രകടമാക്കുന്ന കാര്യമാണെന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. വാളൂരി പ്രധാന സേവകനെ വെട്ടുമ്പോൾ അവരെ ശാസിക്കുന്നുണ്ട്, വാൾ ഉറയിലിടാൻ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന യേശു നിശ്ചയമായും ഉദ്ദേശിച്ചത് ആയുധമല്ല എന്ന കാര്യമാണ് വ്യാഖ്യാതാവ് ഇവിടെ പറയുന്നത്. ഇവിടെ വാളെന്നതിന് മറ്റൊരു അർത്ഥം കാണാൻ പറ്റും, ഞെരുക്കമെന്നും അപകടസന്ധിയെന്നും കാണാൻ പറ്റും. പ്രതിസന്ധിയുടെ അടയാളമായിട്ടാണ്, പ്രതീകമായിട്ടാണ് വാൾ വരുന്നത്. ഇത് വ്യക്തമാകാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം 2:35 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഞെരുക്കത്തെയാണ്, വേദനാകരമായ അവസ്ഥകളെയാണ്. അതുകൊണ്ട് വാളെന്ന് പറയുന്നത് ഈ ഞെരുക്കങ്ങളെയാണ്, ഞെരുക്കങ്ങൾ സ്വീകരിക്കാനുള്ള മനോഭാവത്തെയാണ് യേശു ആവശ്യപ്പെടുന്നത് എന്നാണ് വ്യാഖ്യാതാവ് അർത്ഥമാക്കുന്നത്. സ്വന്തം കുപ്പായം വിറ്റ് എന്ന് പറയുമ്പോൾ യേശു നേരത്തെ പറഞ്ഞല്ലോ 2 ഉടുപ്പ് എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ യേശു കുപ്പായം വിറ്റ് എന്ന് പറയുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്നത് സുരക്ഷിതത്വം വിറ്റ് ഈ ഞെരുക്കങ്ങളെ സ്വന്തമാക്കട്ടെ, ഈ വേദനകളെ സ്വന്തമാക്കട്ടെ എന്ന അർത്ഥത്തിലാണ് എന്ന് വ്യാഖ്യാതാവ് പറയുന്നു. ഇത് നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അർത്ഥവത്തായി തോന്നും.
ഞെരുക്കങ്ങളെ സ്വീകരിക്കാനുള്ള മനോഭാവമാണ് ക്രിസ്തു ശിഷ്യർക്ക് വേണ്ടത്. സുരക്ഷിതത്വങ്ങളിൽ നിന്ന് അവർ പുറത്തു കടക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യത്വം ആവശ്യപ്പെടുന്നത്. ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ടല്ലോ, ഒരു മുറിവേറ്റ സഭയാണ് എനിക്കിഷ്ടം. തെരുവിലിറങ്ങി മുറിവേറ്റ സഭ. അതായത് പ്രതികൂലങ്ങളെ നേരിട്ട് മുറിവേൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു വെളിപ്പെടുക എന്നൊരർത്ഥം അതിനുണ്ട് എന്ന കാര്യം വ്യാഖ്യാതാവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നിയമലംഘകരോടുകൂടെ എണ്ണപ്പെടാൻ കാരണമാകും. അതായത് യേശു നിയമത്തെ ലംഘിക്കുന്നില്ല, പക്ഷെ യേശു നിയമലംഘകരോടുകൂടെ, അതായത് ഭരണകൂടത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ നിലയിൽ ചിത്രീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂടെ എണ്ണപ്പെടും. ഇത് യേശയ്യാ പ്രവചനം 52, 53 അധ്യായങ്ങൾ കടന്ന സഹനദാസൻ എന്ന പ്രവചനത്തിലെ പൂർത്തീകരണമാണ് ഈ സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്നും ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2 വാളുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആയുധമാകുന്ന വാളിലേക്ക് മാത്രമേ ശിഷ്യന്മാർ എത്തിയിട്ടുള്ളെന്നും യഥാർത്ഥത്തിൽ താൻ ഉദ്ദേശിച്ച കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന ബോധ്യത്തോടെയാണ് മതി എന്ന് പറയുന്നത്. ഈ മതി എന്ന് പറയുമ്പോൾ സാധാരണ പറയൂലേ, നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ ശരി ശരി എന്ന് പറയൂലേ, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്ന രീതിയിൽ പറയുന്ന കാര്യമാണ് ഈ മതി എന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് കാണാം ഇവിടെ വാളായിട്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ആയുധമായ വാളല്ല, ഈ ഞെരുക്കങ്ങളെയാണ്, പ്രതിസന്ധികളെയാണ്. അതുകൊണ്ട് സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പ്രതിസന്ധികളെ സ്വീകരിക്കണം. ഇനി നിങ്ങൾ സജ്ജീകരണങ്ങളിലൂടെ പോകണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക സഭ നേരിടുന്ന പ്രതിസന്ധികൾക്കകത്ത് ഞെരുക്കം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന മനോഭാവമുള്ളവരായി മാറണം എന്ന അർത്ഥത്തിലാണെന്നാണ് ഈ വ്യാഖ്യാതാവ് പറയുന്നത്. ഈ വ്യാഖ്യാനം തള്ളിക്കളയാവുന്നതല്ല, സാമാന്യ രീതിയിൽ നമുക്കിങ്ങനെ ചിന്തിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞ വാൾ നാം ചിന്തിക്കുന്നത് പോലെ ആയുധമല്ല, ഒരു സമരമാർഗമല്ല ക്രിസ്തുവിൻ്റെത് എന്ന കാര്യമാണ് വ്യാഖ്യാതാവ് ഈ വചനഭാഗത്തെക്കുറിച്ച് പറയുന്നത്. ഇത് നമുക്ക് പടിപടിയായുള്ള പരിശോധനയെ കാണാം. സുവിശേഷത്തെ ആകമാനം മനസ്സിലാക്കുമ്പോഴാണ് ഈ അർത്ഥം മനസ്സിലാകുക. സുവിശേഷത്തെ ആ ഒരൊറ്റ വചനം മാത്രമായിട്ട് എടുത്ത് ചിന്തിക്കുമ്പോൾ ആയുധമായി തന്നെയാണ് കരുതുക. പക്ഷെ അത് ഈ പൂർണ്ണാർത്ഥത്തിൽ എടുക്കുമ്പോൾ യേശു പറഞ്ഞ വാൾ ഒരിക്കലും ആയുധമായ വാളല്ല, അത് സഹനമാണ്, ഞെരുക്കമാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാവർക്കും വേണ്ടിയായി സുവിശേഷം മാറാൻ നമുക്ക് ദരിദ്രരെ സഹായിക്കേണ്ടി വരും. അവിടെ സമ്പത്ത് ഉപയോഗിക്കേണ്ട മാർഗത്തെക്കുറിച്ചാണ് സുവിശേഷം സൂചിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഈ വ്യാഖ്യാനത്തെ നമുക്ക് കാണാം. ഇതൊരു തലമാണ്. കത്തോലിക്ക സഭയുടെ തന്നെ ആധികാരികമായ മറ്റൊരു കമന്ററിയിൽ പറയുന്നത് വേറെ കാര്യങ്ങളാണ്. അത് ഇതുമായി നേർ വിപരീതമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. ഒരു വ്യാഖ്യാനവും പൂർണ്ണ അർത്ഥത്തെ നമുക്ക് കാണാൻ പറ്റില്ല. പല വ്യൂ പോയിന്റിൽ നിന്ന് കാണുമ്പോൾ പലതരത്തിൽ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് പണവും വാളും കരുതുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഈ വ്യാഖ്യാനം നമ്മോട് പറയുന്നത് 3ാമത്തെ പ്രേക്ഷിത വേലയ്ക്കായിട്ട് അയക്കുമ്പോഴാണ്. ആദ്യത്തെ 2 പ്രാവശ്യം പ്രേക്ഷിത വേലയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു, അവരെ അയക്കുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9:3 നമുക്കത് കാണാം. അപ്പോൾ അയക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇവയൊന്നും എടുക്കരുതെന്നാണ്. യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പമോ പണമോ എടുക്കരുത്. അതായത് നിങ്ങളെ കരുതരുത്, നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. അപ്പമോ പണമോ കരുതരുത്. സുരക്ഷിതത്വ മാർഗത്തിലൂടെയുള്ള യാത്രയല്ല സുവിശേഷ പ്രവർത്തനം എന്ന കാര്യമാണ് 1ാം പ്രേക്ഷിത പ്രവൃത്തിയിൽ ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 9ാം അധ്യായത്തിൽ 3ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. 2ാമത്തെ പ്രാവശ്യം 72 പേരെ അയക്കുക. 72 പേരെ അയക്കുമ്പോഴും യേശു പറയുന്നത് മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ കൊണ്ടുപോകരുതെന്നാണ്. ലൂക്കാസ് സുവിശേഷം 10ാം അധ്യായം 4ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. നിങ്ങൾ വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്, നിങ്ങൾ ഇവയൊന്നും എടുക്കരുത്. അതായത് സുരക്ഷിതത്വവും ലോകബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടല്ല നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് പോകേണ്ടതെന്നാണ്. ഇത് രണ്ടും യേശു ജീവിച്ചിരുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. 3ാമത്തെ ശുശ്രൂഷയാകട്ടെ യേശു ഒരു വിടവാങ്ങലിന് നേരത്താണ് പറയുന്നത്. ആ സമയത്ത് യേശു അവരോട് പറയുന്നത് നിങ്ങളിങ്ങനെ കരുതരുത് എന്നല്ല. ആദ്യത്തെ 2 സമയത്ത് അയക്കുമ്പോഴും അവർക്ക് ഒന്നിന്റെയും കുറവുണ്ടായില്ല. അവർ തിരിച്ചു വന്നിട്ട് ഇത് പറയുന്നുണ്ടല്ലോ, പോയ വഴിക്ക് ഒന്നിന്റെയും കുറവുണ്ടായില്ല, യാത്രയ്ക്ക് ഒരു തടസ്സം ഉണ്ടായില്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചു, പിശാച് അവർക്ക് കീഴ്പ്പെട്ടു. ഇങ്ങനെ അത്ഭുതങ്ങളിലൂടെ കടന്നുപോയ യാത്രകളാണ് ആദ്യത്തെ 2 യാത്രകൾ. 3ാമത്തെ യാത്രയാകട്ടെ ഒരു ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകാനുള്ളതാണ്. യേശു ക്രൂശിതനാവും, അതിനുശേഷം ഇവർ ഒറ്റയ്ക്കായി പോവും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ ഞെരുക്കത്തെ നേരിടും, പ്രതിസന്ധികളെ നേരിടും. അവിടെ തളർന്നു പോകാതിരിക്കാൻ കരുതലുണ്ടാകണമെന്ന നിലയ്ക്കാണ് യേശു ഇവരോട് പറയുന്നത് എന്നാണ് ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റുക. യേശയ്യാ 22:53 അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് അന്ധകാരത്തിന്റെ സമയമാണ്. അതായത് ക്രിസ്തു അവരിൽ നിന്ന് അകലെയാകുമ്പോൾ അവർ ഈ ഞെരുക്കങ്ങളിലേക്ക് പോകും. സഭ ഇങ്ങനെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും, ഞെരുക്കങ്ങളെ നേരിടേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തലാണ് ആ വാക്യത്തിനകത്തുള്ളത്. ഇനി ക്രിസ്തു ശിഷ്യന്മാർ ഇങ്ങനെ സഹിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ എടുക്കാൻ പറയുന്ന വാൾ ആയുധമായ വാളല്ലെന്നും അത് ആത്മീയമായ വാളാണെന്നും
ഈ വ്യാഖ്യാതാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് എഫേസ്യർ ലേഖനമാണ്. എഫേസ്യർ 6:11 പറയുന്നുണ്ട്, സത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ നിങ്ങളെല്ലാ ആയുധങ്ങളും ധരിക്കും. ഇവിടെ പറയുന്ന ആയുധം ആത്മീയ ആയുധമാണ് എന്ന നിലയ്ക്കാണ് വ്യാഖ്യാതാവ് പറയുന്നത്. യേശു ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ആത്മീയമായ ആയുധത്തെക്കുറിച്ചാണെന്ന് വചനം പറയുന്നു. എന്ത് ആയുധമാണ് ധരിക്കേണ്ടതിനെ കുറിച്ച് എഫേസ്യർ 6:17 പറയുന്നുണ്ട്. ദൈവവചനമാവുന്ന രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ആത്മാവിന്റെ വാൾ ധരിക്കുകയും ചെയ്യും. അപ്പൊ ആത്മാവിന്റെ വാളാണ് ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞ വാള് ആത്മാവിന്റെ വാളാണ്, അതല്ലാതെ ആയുധമല്ല എന്ന നിലയ്ക്ക് വ്യാഖ്യാതാവ് ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന കാര്യം എന്താണ്? ശിഷ്യന്മാരിലൊരുവൻ പ്രധാന സേവകന്റെ ചെവി വെട്ടിക്കളയുമ്പോൾ വാളുറയിലിടാൻ പറയുകയും മുറിവേറ്റ ആ സേവകനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് സായുധമായൊരു വിപ്ലവമല്ല, ആക്രമണമല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിച്ച വാൾ ആത്മീയതയാണ് എന്ന കാര്യമാണ് ഈ വ്യാഖ്യാതാവ് ഇവിടെ പറയുന്നത്. ഇതും അർത്ഥപൂർണമായ കാര്യം തന്നെയാണ്. നിലവിലുള്ള ഈ രണ്ട് വ്യാഖ്യാനങ്ങളും തികച്ചും അർത്ഥപൂർണങ്ങളാണ്. രണ്ട് തലത്തിൽ നിന്ന് വീക്ഷിക്കുന്നവയാണ്. ഈ രണ്ട് തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇവിടെ ഉദ്ദേശിക്കുന്ന വാൾ ഭൗതികമായ ഒരു ആയുധമല്ല, ഇരുമ്പോണ്ട് നേരിടുക എന്നല്ല. അത് ഈ ഞെരുക്കങ്ങളെ സ്വീകരിക്കുക എന്ന അർത്ഥത്തിലാണ്. നിങ്ങളുടെ സുരക്ഷിതത്വം വിറ്റ് ഞെരുക്കങ്ങളെ സ്വീകരിക്കണം. നിങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവണം. മടിശീലമുള്ളവൻ ഇപ്പോഴേ മടിശീലയും കൊണ്ടാണ് നടക്കുന്നത്. ഇത്രയൊക്കെ സുരക്ഷിതമായ മേഖലയിലും മടിശീലയും കൊണ്ടാണ് നടക്കുന്നത്. മടിശീലമുള്ളവൻ അതെടുക്കട്ടെ, ഇപ്പോഴും അത് സൂക്ഷിച്ചിട്ടുള്ളവൻ അതെടുക്കട്ടെ എന്ന അർത്ഥത്തിലാണ് യേശു പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് പറയുന്നത്. സുവിശേഷ പ്രവർത്തനം, മൂന്നാം പ്രേക്ഷിത വേലയിൽ നിങ്ങൾ ക്രിസ്തുവിനെ എങ്ങനെ ധരിക്കണം എന്നതിനെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്ന സമീപനമാണ് ക്രിസ്തു നൽകുക. ഇത് പറഞ്ഞത് രണ്ടും നിലനിൽക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾ അർത്ഥപൂർണങ്ങളാണ്. ഒപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇത് രണ്ട് വീക്ഷണതലങ്ങളാണ്. വേറൊരു വീക്ഷണതലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. യേശു ശിഷ്യന്മാരെ ആദ്യത്തെ 2 പ്രാവശ്യം അയക്കുമ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട്. എപ്പോഴും മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 9:46 പറഞ്ഞല്ലോ, ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്, സ്വന്തമായ അഭിപ്രായങ്ങൾ ഇവർക്കുണ്ട്. ആദ്യത്തെ 2 തവണ അയക്കുമ്പോഴും യേശു പറഞ്ഞു, നിങ്ങൾ മടിശീലയിലൊന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു, ഭാണ്ഡങ്ങൾ എടുക്കരുത്, അപ്പവും പണവും കരുതരുത് എന്നൊക്കെ പറഞ്ഞു. അവരതൊക്കെ അനുസരിച്ച് പോയി. അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഈ ഒരു കുഴപ്പം ഉണ്ടാകാതിരുന്നപ്പോഴും അവർ അസ്വസ്ഥരാണ്. ഈ തർക്കമുണ്ട്, ആരാണ് വലിയവൻ, തങ്ങളിൽ ആരാണ് നേതാവ് എന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്. യേശു അപ്പോ സജീവനായി അവരുടെ കൂടെ ഉണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഈ തർക്കമുണ്ട്. അപ്പൊ വിടവാങ്ങൽ നേരമാകുമ്പോൾ തന്റെ വിടവാങ്ങലിനെ കുറിച്ച്, പിതാവിന്റെ സന്നിധിയിലേക്ക് താൻ പോകുന്നതിനെ കുറിച്ച്, സഹനങ്ങളിൽ പെടുന്നതിനെ കുറിച്ചൊക്കെ അവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരിൽ ഈ പഴയ ചിന്ത വീണ്ടും ഉണർന്നു. തങ്ങള് ആദ്യമൊക്കെ പോയപ്പോൾ കുഴപ്പമുണ്ടായില്ല, ഇപ്പോ ഇതാ ഇവൻ നമ്മുടെ അടുത്തുനിന്ന് പോവാണ്, അങ്ങനെ പോയാൽ നമുക്ക് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്ന് അവർക്ക് സംശയം വന്നു. ഈ സംശയം ശിഷ്യന്മാരുടെ മനസ്സിനകത്തുള്ളത് കണ്ടുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, 2 തവണ ഞാൻ നിങ്ങളെ അയച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായോ എന്ന് യേശു ചോദിക്കുന്നത് ഈ കുറവുണ്ടാകുമോ എന്നിവർക്ക് സന്ദേഹം ഉള്ളിൽ ജനിച്ചിട്ടുണ്ട് എന്നതിന് മറുപടിയായിട്ടാണ്. ഈ ശിഷ്യന്മാർ നേരിട്ട് സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അവർ കാര്യം പറയുന്നില്ല. പക്ഷെ അവരുടെ അകമേ ആരാണ് വലിയവനെന്ന തർക്കമുണ്ട്, പോകുന്ന വഴിയിൽ ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന സന്ദേഹമുണ്ട്. ആ സന്ദേഹമാണ് യേശു ചോദിക്കുന്നത്, 2 തവണ ഞാൻ നിങ്ങളെ അയച്ചില്ലേ, നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു ഇല്ല. എന്നിട്ട് യേശു പറയാണ്, ഇപ്പോൾ ഞാൻ പറയുന്നു, മടിശീലമുള്ളവൻ അതെടുക്കട്ടെ, ഭാണ്ഡമുള്ളവനും അതുപോലെ തന്നെ, വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാകുന്നത്, വിരുദ്ധോക്തിയായിട്ട് പ്രയോഗിക്കുകയാണ്. നിങ്ങൾക്ക് 2 തവണ കുഴപ്പങ്ങൾ ഉണ്ടായില്ല എന്നതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കരുതുന്നു. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്, ഞാൻ പോയി കഴിയുമ്പോൾ ആത്മാവിന് നൽകുമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മടിശീല എടുക്കാം, മടിശീലയുള്ളവൻ അതെടുക്കട്ടെ. അപ്പൊ തന്നെ ആലോചിക്കണം, ഇപ്പോഴും മടിശീലയുള്ളവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു മടിശീല മനോഭാവത്തിനകത്ത് കൊണ്ടു നടക്കുന്ന നിങ്ങൾ മടിശീല എടുക്കട്ടെ. രണ്ടാമത്, അതേപോലെ ഭാണ്ഡങ്ങൾ ഹൃദയത്തിൽ പേറുന്നവരായി നിങ്ങൾ ജീവിക്കുന്നുണ്ട്, ഭാണ്ഡങ്ങളാണ് രക്ഷ എന്നൊരു ബോധ്യം ഇപ്പോഴും നിങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഈ ഭാണ്ഡങ്ങൾ നിങ്ങൾ എടുക്കട്ടെ. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ, സുരക്ഷിതത്വമില്ലാത്തവൻ
ഇപ്പോഴും സുരക്ഷിതത്വം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ സുരക്ഷിതത്വം നൽകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുപ്പായം വിറ്റ്, സുരക്ഷിതത്വമാണ് കുപ്പായം നൽകുന്നത്, അത് വിറ്റ് വാൾ വാങ്ങട്ടെ. അതിന് യേശു ശിഷ്യന്മാരെ വിരുദ്ധോക്തിയിൽ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മുൻപ് ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് യേശു പറയുന്നത്, ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, മടിശീല ഹൃദയത്തിൽ പേർന്നവൻ. ഈ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ യേശു വാളെടുക്കാനല്ല പറയുന്നത്, നിങ്ങൾ ആയുധം എന്തേണ്ടവരല്ല, സുരക്ഷിതത്വമുള്ളവരാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാനാണ് നിങ്ങൾ അയക്കുന്നത്. 2 തവണ ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല, 3ാമത് ഞാൻ തന്നെയാണ് അയക്കുന്നത്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകില്ല. ആ കുഴപ്പമുണ്ടാകില്ല എന്നത് മനസ്സിലാക്കാതെ സന്ദേഹമുള്ള ആ ഹൃദയങ്ങളെ യേശു ചോദ്യം ചെയ്യുകയാണ് വാക്കിലൂടെ. അതല്ലാതെ അത് ചെയ്യാനല്ല പറയുന്നത്. കാനാൻകാരി വിധവയുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതേ ഭാവത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് ശിഷ്യരുടെ മനോഭാവത്തെ ചോദ്യം ചെയ്യുന്ന വാക്യമാണ്. ശിഷ്യന്മാർ അപ്പോഴും മനസ്സിൽ കരുതുന്നത് ആയുധം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്നാണ്. യേശുവിനെ പിടിക്കാനായിട്ട് ആളുകൾ വരികയാണല്ലോ, അവരുടെ മനോഭാവത്തിനകത്ത് ആ ചിന്തയുണ്ട്. ഇവരെ എതിർത്ത് നിൽക്കണം, യേശുവിനെ രക്ഷിക്കണം എന്ന ചിന്തയൊക്കെ അവരുടെ അകത്തുണ്ട്. വാൾ കയ്യിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ വാൾ കയ്യിൽ കരുതിയിരുന്നത് എന്ത് കരുതിയിട്ടാണ്? ഇങ്ങനെ ആളുകൾ വരുമ്പോൾ എതിർക്കാമെന്നൊരു മനോഭാവത്തോടെയാണ്. യേശുവിനെ യഥാർത്ഥത്തിൽ മനസ്സിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കാരണം യേശു സഹനദാസനാണ്. യേശയ്യാപ്രവചനം 52-53 പറയുന്ന ഒരു സഹനദാസനാണ്. മരിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ജീവൻ കൊടുക്കാൻ വന്ന തന്നെ ഇവർക്ക് മനസ്സിലാകുന്നില്ല, സഹനത്തിന് മൂല്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഇത്രത്തോളം പഠിപ്പിച്ചിട്ട് ഇവർക്ക് കാര്യം ഗ്രഹിക്കാനായില്ല എന്നതിൽ മനോവിഷമത്തോടെയാണ് പറയുന്നത്, ഞാൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ട വചനം പൂർത്തിയാകണമല്ലോ. നിങ്ങളുടെ ഹൃദയം നിയമലംഘനമാണ് ഉദ്ദേശിക്കുന്നത്, ഭരണാധികാരത്തെ എതിർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ രാജ്യം ഐഹികമല്ല, ഐഹികമല്ലാത്ത രാജ്യത്തെ രാജാവായ എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ആയുധം കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മതി മതി എന്ന് വാളുണ്ടെന്ന് പറയുമ്പോൾ പറയുന്നത്. എന്നിട്ട് യേശു പറയാണ്, ഞാൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെടുമെന്ന് തിരുവെഴുത്ത് നിറവേറണമല്ലോ. ഇതൊരു തിരുവെഴുത്തിന്റെ നിറവേറലാണ്. ഇവർക്ക് ഈ മനസ്സിലാകാതെ പോകുന്നതിന്റെ കാര്യം അതാണ്, ഇവർക്ക് എതിർപ്പിന്റെ മനോഭാവം ഉണ്ടാകുന്നതിന്റെ കാര്യം അതാണ് എന്ന് ഗ്രഹിച്ചിട്ട് മനോവിഷമത്തോടെയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്, ഞാൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെടണമെന്ന് തിരുവെഴുത്ത് നിറവേറപ്പെടുമല്ലോ. യേശുവിന്റെ ജീവിതത്തിൽ എല്ലാം നിറവേറപ്പെടുകയാണ് എന്ന് ബോധ്യപ്പെടുന്നു യേശു. ശിഷ്യന്മാർക്ക് ഇങ്ങനെ മനസ്സിലാകാത്തതിൽ അവരോട് ദേഷ്യമല്ല തോന്നുന്നത്, ഇത് നിറവേറപ്പെടേണ്ട ഒരു കാര്യമാണല്ലോ എന്ന് യേശു സ്വയം സമാധാനിക്കുന്ന വാക്യമായിട്ടത് കാണാം. 38-ാം തിരുവചനത്തിൽ 2 വാളുണ്ടെന്ന് പറയുമ്പോൾ മതി എന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾക്കിതൊന്നും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ശരി ശരി മതി എന്ന് പറയാം. യേശുവിന്റെ വാക്യങ്ങൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾക്ക് വെളിപ്പെട്ടതുപോലെ അന്ന് അവർക്കത് വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ വെളിപ്പെടാത്ത സമയത്ത് അവർക്കത് മനസ്സിലാവാതെ പോകുമ്പോൾ കൂടുതൽ പറഞ്ഞു നിൽക്കാൻ നേരമില്ല, അതുകൊണ്ട് മതി മതി എന്ന് പറയാം. ഇനി യേശു ഒരിക്കലും ആയുധം ഉപയോഗിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഈ പറഞ്ഞ പ്രധാന സേവകന്റെ ചെവി ഛേദിക്കുമ്പോൾ യേശു പറയുന്ന കാര്യം. യേശു അവരെ ശാസിക്കുന്നുണ്ട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പറയുന്നുണ്ട്. യേശു ഈ പ്രധാന സേവകന്റെ ചെവി ഒട്ടിക്കുന്നുണ്ട്, സുഖപ്പെടുത്തുന്നുണ്ട്. അതിനർത്ഥം യേശു ഉദ്ദേശിച്ചത് ആത്മാവിന്റെ വാളാണ്. എഫേസ്യർ 6:17 പറയുന്ന ആത്മാവിന്റെ വാളിനെ കുറിച്ചാണ്. ആ ആത്മാവിന്റെ വാളിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിന്റെ ബോധ്യത്തിലേക്ക് അവരെത്തുന്നതിന് മുമ്പ് യേശു ഈ പ്രേക്ഷിത ദൗത്യത്തിനായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പഴയതുപോലെ തന്നെ സുരക്ഷിതരായിരിക്കും, നിങ്ങൾക്കൊന്നിന്റെയും ആവശ്യമുണ്ടാകില്ല, നിങ്ങൾക്കൊന്നിന്റെയും കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ യേശു സുവിശേഷത്തിനകത്ത് പറയുന്നത് വാളെടുക്കാൻ പറയുന്നത് ആയുധം മേടിക്കാനല്ല പറയുന്നത്, ആത്മാവിന്റെ വാൾ ധരിക്കാനാണ്. ശിഷ്യന്മാരെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ക്രിസ്തുവിനാലാണ് അയക്കപ്പെടുന്നത്, അങ്ങനെ അയക്കപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ കരുതലുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് യേശു പഠിപ്പിക്കുന്നത്. ഭാണ്ഡം എടുക്കേണ്ടതില്ലെന്നും നിങ്ങൾ മടിശീലെടുക്കേണ്ടതില്ലെന്നും അപ്പവും പണവും കരുതേണ്ടതില്ലെന്നും ചെരുപ്പ് ധരിക്കേണ്ടതില്ലെന്നും നിങ്ങൾ ആയുധം ധരിക്കേണ്ടതില്ലെന്നും തന്നെയാണ് യേശു പഠിപ്പിക്കുന്നത്. ഈ വചനഭാഗത്തെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യക്ഷാനുഭവത്തിൽ ഈ പറഞ്ഞ് വാൾ വാങ്ങുക എന്ന് പറയുന്നതിലേക്ക് നമ്മളെത്തും. പലപ്പോഴും ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങളിലെത്തി കുടുക്കപ്പെട്ടു പോകുന്ന അനേകർ നമ്മുടെ ലോകത്തുണ്ട്. യേശു ഒരിക്കൽ പറയുന്നുണ്ട് താലന്തുകളുടെ ഉപമയിൽ, ഇത് നീ പലിശക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ
അതിന് പലിശ എങ്കിലും കിട്ടിയേനെ എന്ന് പറയുന്നുണ്ട്. രണ്ടുപേര് താലന്ത് കിട്ടിയത് ഉപയോഗിച്ചു, മൂന്നാമനത് മണ്ണി കുഴിച്ചിട്ടു. ആ മണ്ണി കുഴിച്ചിട്ട് അവനോട് പറയാണ്, നീ ഇത് പണമിടപാടുകാർക്ക് കൊടുത്തിരുന്നെങ്കിൽ പലിശയെങ്കിലും കിട്ടുമായിരുന്നല്ലോ. ഇത് പറഞ്ഞിട്ട് പലിശയ്ക്ക് കൊടുക്കുന്ന യേശു അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ വചനത്തെ അങ്ങനെ ഏതെങ്കിലും 2 വാക്യങ്ങൾ മാത്രമായി എടുത്ത് ചിന്തിച്ചാൽ തെറ്റായ അർത്ഥത്തിലേക്ക് നമ്മൾ പോകും. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചത് ആത്മാവിന്റെ പാലിനെ കുറിച്ചാണ് നമുക്ക് കരുതാം. അതേപോലെ തന്നെ യേശു ആയുധമല്ല ഉദ്ദേശിക്കുന്നതെന്നും ഞെരുക്കവും സഹനവുമാണ് സ്വീകരിക്കേണ്ടതെന്നും ആണ് പഠിപ്പിക്കുന്നതെന്ന് ആദ്യ വ്യാഖ്യാനത്തിൽ നിന്ന് പഠിക്കാം. ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ 3-ാം തവണയാണ് ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്നത്. നിങ്ങളുടെ മനോഭാവങ്ങൾക്കകത്ത് ഈ സന്ദേഹങ്ങളുണ്ട്. ആ സന്ദേഹങ്ങളോടാണ് യേശു കലഹിക്കുന്നത്. യേശു പറയാണ്, നിങ്ങളുടെ ഈ സന്ദേഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താൻ തിരിച്ചു തന്നെ പറഞ്ഞു കൊടുക്കാം. അവരുടെ മനോഭാവത്തെ അവരോട് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വചനത്തിന്റെ പൊരുളിലേക്ക് വരാൻ പറ്റും. ശിഷ്യത്വത്തിലേക്ക് വരുന്ന നാം ഈ ലോകത്തിന്റെ പരിമിതികളെ ഭയപ്പെടേണ്ടതില്ല, ആക്രമണങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ധൈര്യമായി മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആദ്യം അയച്ചതുപോലെ എന്നും അയക്കുകയാണ് നമ്മെ. ഓരോ അയക്കപ്പെടലും നമ്മെ കർത്താവാണ് കരുതുന്നത്, കർത്താവാണ് കൂടെ വരുന്നത്, കർത്താവാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രേക്ഷിത വേല ഒരിക്കലും മാനുഷികമായ ദൗർബല്യങ്ങളിൽ അടിമപ്പെട്ടു പോകരുതെന്നും അത് ക്രിസ്തുവിൽ ആശ്രയബോധത്തോടെ മുൻപോട്ട് പോകേണ്ടതാണെന്നും അവനാണിത് ചെയ്യുന്നതെന്നും കർത്തൃത്വം കർത്താവിനാണെന്നും നാം അവിടെ ക്രിസ്തുവിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തേണ്ടത് സ്നേഹത്തിന്റെ സാമ്രാജ്യമായിട്ടാണെന്നും ക്രിസ്തു ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ നിലയിലാണ് ഈ സുവിശേഷ ഭാഗത്തെ വ്യാഖ്യാനിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഈ വചനത്തെ സമർപ്പിക്കാം, പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കാം, എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കാം, ഈ കേട്ട ഭാഗങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാം, വചനഭാഗം ഒന്നുകൂടെ ധ്യാനിക്കാം. അങ്ങനെ സ്വന്തമായി ഹൃദയബോധ്യത്തിൽ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആധ്യാത്മിക ജീവിതം നമുക്കുണ്ടാകുക, മെച്ചപ്പെട്ട ഒരു ശിഷ്യത്വത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും. അപ്രകാരം നമ്മെ അവിടെ നിന്ന് നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.